വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ റാഗി കൊണ്ടുള്ള ഒരു വെറൈറ്റി കേക്കാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് കൊടുക്കാം. നല്ല ഹെൽത്തി ഫുഡാണ്, നല്ല ഹെൽത്തി കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾക്ക് കേക്ക് ടിന്ന് എടുക്കുക. അതിൽ ഓയിൽ ഒഴിച്ച് നന്നായി ഗ്രീസ് ചെയ്യുക. അതിൽ ബട്ടർ പേപ്പർ വെച്ച് നമ്മൾ ഓയിൽ നന്നായി ഗ്രീസ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 3 മുട്ട എടുത്ത് ഉടച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് അത് നന്നായി വിസ്ക് കൊണ്ട് അടിച്ചെടുക്കണം. എല്ലാവർക്കും ഉണ്ടാക്കത്തക്ക വിധത്തിലാണ് ഞാൻ ഇന്ന് ബീറ്ററും ഇല്ലാതെ ഓവനും ഇല്ലാതെ ഒരു പാത്രത്തിൽ വിസ്ക് വെച്ച് അടിച്ചുണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾക്ക് ഷുഗർ പൗഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് 1 കപ്പ് എടുത്ത് കുറേശ്ശെയായി മുട്ടയിൽ യോജിപ്പിച്ച് നന്നായി അടിച്ചെടുക്കുക. വിസ്ക് വെച്ച് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ഈ മിക്സ് വരണം. അതുവരെ നമ്മൾ അടിച്ചെടുക്കുക. നന്നായി മുട്ടയും പഞ്ചസാരയും യോജിക്കുന്നത് വരെ അടിച്ചെടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. നന്നായി അടിക്കുക. അത് കഴിഞ്ഞ ശേഷം ഓയിൽ, ഏതെങ്കിലും ഒരു ഓയിൽ 1/4 കപ്പ് അത് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ റാഗി മാവ് 1 കപ്പ് എടുത്ത് ഫിൽറ്ററിലേക്ക് ഇടുക. അത് കഴിഞ്ഞ ശേഷം 1/2 കപ്പ് ഗോതമ്പ് പൗഡർ അത് ഫിൽറ്ററിലേക്ക് ഇടുക. അത് കഴിഞ്ഞ ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടി കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ കുറവായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. റാഗി മാവ്, ഗോതമ്പ് മാവ്, ബേക്കിംഗ് പൗഡർ എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരത്തക്ക വിധത്തിൽ നന്നായി മിക്സ് ചെയ്യുക. ഒരു വെറൈറ്റി കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ചേർത്ത് യോജിപ്പിക്കുക. മുട്ടയിൽ മിക്സ് ചെയ്ത് വെച്ചതും റാഗി പൗഡറും ചേർത്ത് കുറേശ്ശെയായിട്ട് നന്നായി ഫോൾഡ് ചെയ്ത് എടുക്കണം. ഇത് ഞാൻ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് സ്പീഡായിട്ട് തോന്നുന്നത്. സ്പീഡായിട്ട് ചെയ്യരുത്. പതുക്കെ മിക്സ് ചെയ്യുക. നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. തിക്ക് ബാറ്ററായിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇതിൽ കുറച്ച് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാല് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് ബാറ്റർ കുറച്ച് ലൂസായിട്ട് എടുക്കണം.
ഈ രീതിയിലാണ് നമ്മൾക്ക് വരേണ്ടത്. ഒരു കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നന്നായി ടാപ്പ് ചെയ്യുക. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കേക്ക് ബാറ്റർ അതിന്മേൽ വെച്ച് കുക്കർ മൂടി വെച്ച് ഒരു 40 നിമിഷം ബേക്ക് ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ചെക്ക് ചെയ്യണം. സ്ക്യൂർ വെച്ചോ നൈഫ് വെച്ചോ നമ്മൾ കേക്ക് ബേക്കായോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായി ബേക്കായിട്ടുണ്ട്. കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്ത് കുക്കറിൽ നിന്ന് കേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കുക. നന്നായി തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് കേക്ക് ട്രേ ഡിമോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ബട്ടർ ഷീറ്റ് മാറ്റിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. കത്തി കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കുക എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന്. നോക്കൂ, നല്ല സോഫ്റ്റ് കേക്ക്, സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്, പഞ്ഞി പോലത്തെ കേക്ക്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ഹെൽത്തി കേക്കാണ്, വെറൈറ്റി കേക്കാണ്, ടേസ്റ്റി കേക്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.